ഞാൻ ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിങ്ങിന് പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ. അതായത് നമ്മളൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുക, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുക, പിന്നെ സോയിലിനെ പറ്റിയൊക്കെ പഠിക്കുക. രണ്ടാമത്തത് നമ്മളുടെ ഉള്ള സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റിയെ പറ്റി പഠിക്കുക. എത്രയാണ് അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി. ഇനി ബിയറിംഗ് കപ്പാസിറ്റി ലോഡ് താങ്ങാനുള്ള കഴിവ് കുറവാണെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അതാണ് നമ്മളുടെ രണ്ടാമത്തെ സെക്ഷനിൽ പഠിച്ചത്. ഇനി മൂന്നാമത്തെ സെക്ഷനിലാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്. അതായത് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സൈറ്റിനെ പറ്റി പഠിച്ചു, പിന്നീട് സോയിലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമ്മളുടെ കയ്യിൽ സൈറ്റ് ഉണ്ട്, ആ സൈറ്റിന് അനുയോജ്യമായ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെന്നാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് നമ്മളുടെ ബിൽഡിംഗ്, അതിപ്പോൾ ഒരു ഷെഡ് ആയിക്കോട്ടെ, ഈവൻ ഷെഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വീടായിക്കോട്ടെ, അല്ലെങ്കിൽ 4 5 നിലയുള്ള അല്ലെങ്കിൽ ഒരു 10 നിലയുള്ള ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പോൾ നമ്മളുടെ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ ഫൗണ്ടേഷൻ, എത്ര ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. എനിവേ, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അടിത്തറയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് ടെക്നിക്കലി എങ്ങനെ പറയാൻ സാധിക്കും ഫൗണ്ടേഷനെ? ഇറ്റ് ഈസ് ദി ലോവർ മോസ്റ്റ് പോർഷൻ ഓഫ് എ ബിൽഡിംഗ് അല്ലെങ്കിൽ ഓഫ് എ സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ്സ് ലോഡ് ടു ദി ഗ്രൗണ്ട്, അല്ലെങ്കിൽ വിച്ച് ട്രാൻസ്മിറ്റ്സ് ലോഡ് ഓഫ് ദി സ്ട്രക്ചർ ടു ദി ഗ്രൗണ്ട്. അപ്പം ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ലോഡ് കടത്തിവിടുന്നത് ലോവസ്റ്റ് പോർഷൻ ഓഫ് എ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബിൽഡിംഗ് ആയിക്കോട്ടെ, ഈവൻ എ ഷെഡ് പോലും ആവാം. അപ്പം ലോവസ്റ്റ് പോർഷൻ ഓഫ് എ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലോവസ്റ്റ്, ഓക്കെ, ഒന്നും ലോവർ മോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോവസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ലോവർ മോസ്റ്റ് സ്ട്രക്ചർ ഓഫ് അല്ലെങ്കിൽ പോർഷൻ ഓഫ് എ സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ്സ് ലോഡ് ടു ദി ഗ്രൗണ്ട്. ഈ ഞാനിപ്പോൾ പറഞ്ഞ വാക്ക് അതേപടി തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, അത് ഓർക്കാം. ഇനി ഈ ഫൗണ്ടേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? പ്രധാനമായിട്ട് 2 ടൈപ്പ് ഫൗണ്ടേഷനാണ് ഉള്ളത്. ഒന്നാമത്തത് ഷാളോ ഫൗണ്ടേഷൻ, ഫൗണ്ടേഷനും രണ്ടാമത്തെ ഏതായിരിക്കും? അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ, രണ്ടാമത്തത് ഡീപ്പ് ഫൗണ്ടേഷൻ. അങ്ങനെ പ്രധാനമായിട്ട് നമുക്ക് 2 ഫൗണ്ടേഷനുണ്ട്. ശരി, അപ്പോൾ എന്താണ് ഈ ഷാളോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷാളോ വാക്കിൽ തന്നെ ഉണ്ട്, വലിയ ആഴം ഇല്ലാത്ത, അതായത് ഡെപ്ത് ഇല്ലാത്ത. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്? ഡെപ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷാളോയും ഡീപ്പിനും നമ്മൾ വേർതിരിക്കുന്നത് ഡെപ്തിൻ്റെ ബേസിസിലാണ്. അപ്പം ഷാളോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി ഡെപ്ത്, ഓക്കെ, ഡെപ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ്റെ ഡെപ്തിനെ പറ്റിയാണ് പറയണത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഇനി ഇവിടെയാണ് നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി നമ്മളൊരു കുഴി എടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ കുഴി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മളുടെ ഡെപ്ത് എന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഇതാണ് നമ്മളുടെ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഷാളോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആയിരിക്കും. ദാറ്റ് ഈസ് ഡെപ്ത്, ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ലെസ് ദാനോ അല്ലെങ്കിൽ ഈക്വൽ ടു വിഡ്ത്ത് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷാളോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇത്തരം ഫൗണ്ടേഷനിൽ ഡെപ്ത് കുറവായിരിക്കും. ഓക്കെ, ഡെപ്ത് താഴ്ച കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫേസ്. ഈ ഡെപ്ത് കുറവാണെന്ന് പറഞ്ഞു, വീതിയെ അപേക്ഷിച്ച് ഡെപ്ത് കുറവാണ്, അല്ലെങ്കിൽ വീതിക്ക് തുല്യമായിരിക്കും ഇതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഫൗണ്ടേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ള ഇത്രയും മണ്ണിനെ എക്സ്കവേറ്റ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഈ മെത്തേഡ് ഷാളോ ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓപ്പൺ എക്സ്കവേഷനിലൂടെയാണ്. അതായത് എവിടെയാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത്? ഇത്രയും മണ്ണിനെ ഓപ്പൺ എക്സ്കവേഷനിലൂടെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അത്തരം ഫൗണ്ടേഷനെയാണ് നമ്മൾ ഷാളോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ
നേരെ തിരിച്ചു പറയാണ്. അതായത് ഓപ്പൺ എക്സ്കവേഷനിലൂടെ കൊടുക്കുന്ന ഫൗണ്ടേഷൻ നമ്മൾ എന്ത് പേരാണ് പറയണത്? ഷാളോ ഫൗണ്ടേഷൻ ആണ്. ഇനി ഇതാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. കാരണം അത് എക്സാമിന് ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ നല്ല നല്ല എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അതായത് വേറൊന്നുമില്ല, ഈ ഇവിടെ നമ്മൾ പറഞ്ഞു കണ്ടീഷൻ പറഞ്ഞു ഡെപ്ത് ലെസ് ദൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആണെന്ന് പറഞ്ഞു. അതായത് ഡെപ്ത് കുറവാണ് അല്ലെങ്കിൽ ഈക്വൽ ടു വിഡ്ത്ത് ആയിരിക്കും എന്നാണ് ഈ കണ്ടീഷൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആയിരുന്നാലും ഓക്കെ, ഡെപ്ത് അതായത് ഈ ഡെപ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിനെക്കാളും കൂടുതൽ ഇരുന്നാലും നമ്മൾ ഓപ്പൺ എക്സ്കവേഷനിലാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഷാളോ ഫൗണ്ടേഷൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. ഓർക്കുക, നമ്മളുടെ ഈവൻ ഡെപ്ത് വിഡ്ത്തിനെക്കാട്ടിലും കൂടിയിരുന്നാലും നമ്മൾ ഓപ്പൺ എക്സ്കവേഷനിലൂടെയാണ്, അതായത് മണ്ണ് പുറത്തു നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നതെങ്കിലും ആ ഫൗണ്ടേഷൻ നമുക്ക് ഷാളോ ഫൗണ്ടേഷൻ എന്ന വിഭാഗത്തിൽ പെടുത്താം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് മതി. എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഡെപ്ത് ലെസ് ദൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷാളോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ റിവേഴ്സ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത്. നമ്മൾ ഇവിടെ പറഞ്ഞ അതേ പോയിന്റ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു, പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആണെങ്കിൽ അത്തരം ഫൗണ്ടേഷനെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ഓർക്കുക. അതായത് ഇത്തരം ഫൗണ്ടേഷനിൽ ഡെപ്ത് ഒരുപാട് കാണും, വീതി കുറവായിരിക്കും. നമ്മളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈലൊക്കെ ഏതിലായിരിക്കും വരുന്നത്? ഈ ഡീപ്പ് ഫൗണ്ടേഷനിലായിരിക്കും വരുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഷാളോ ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഷാളോ ഫൗണ്ടേഷന് ഡിസൈനായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷാളോ ഫൗണ്ടേഷനാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, ഷാളോ ഫൗണ്ടേഷനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഷാളോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഷാളോ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത്, ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ഒന്ന് വിഡ്ത്ത്. രണ്ടാമത്തത് ഡെപ്ത്ത്, ഷാളോ ഫൗണ്ടേഷൻ്റെ ഡെപ്ത്ത്. ഈ ഡെപ്ത്തായിട്ട് ബന്ധപ്പെട്ട് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. എനിവേ അതവിടെ പറയാം. മൂന്നാമത്തതാണ് ഡെപ്ത്ത് അഥവാ തിക്നെസ് ഓഫ് കോൺക്രീറ്റ് ബ്ലോക്ക്. അതായത് നമ്മളുടെ എന്താ പറയുക, ഫൂട്ടിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് കാണും. ആ ബ്ലോക്കിൻ്റെ തിക്നെസ് അഥവാ ഡെപ്ത്ത്. അങ്ങനെ പ്രധാനമായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മളുടെ ഡിസൈൻ ഓഫ് ഷാളോ ഫൗണ്ടേഷനിൽ വരുന്നത്. ഒന്ന് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ, രണ്ടാമത് ഡെപ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ, മൂന്നാമത്തത് തിക്നെസ് ഓഫ് ഫൗണ്ടേഷൻ. ഷാളോ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രധാനമായിട്ട് നമുക്ക് 2 ഫോർമുലാസാണ് ഉള്ളത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ഈക്വൽ ടു ടോട്ടൽ ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. അതായത് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ഈക്വൽ ടു ടോട്ടൽ ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. ഇത് ഒന്നാമത്തെ ഫോർമുല. എന്തിനു വേണ്ടിയിട്ടുള്ള? നമ്മളുടെ ഷാളോ ഫൗണ്ടേഷൻ്റെ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഷാളോ ഫൗണ്ടേഷനിൽ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, എത്ര വീതി കൊടുക്കണം. രണ്ടാമത്തത് എത്ര ഡെപ്തിലാണ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത്. മൂന്നാമത്തത് ഏറ്റവും അടിയിലത്തെ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ തിക്നെസ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതാണ് നമ്മളുടെ ഷാളോ ഫൗണ്ടേഷൻ എങ്കിൽ. ഓക്കെ, ജസ്റ്റ് ഒരു ഉദാഹരണം പറയണം കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിക്കുക. നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് എത്ര വീതി കൊടുക്കണം. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര ഡെപ്തിൽ കൊടുക്കണം. മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ ഈ തിക്നെസ് എത്രയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര വീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത് ഷാളോ ഫൗണ്ടേഷൻ്റെ. അതിലൊരു ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ ലോഡ് പെർ യൂണിറ്റ് ലെന്ത്, ദാറ്റ് ഈസ് ടൺ പെർ മീറ്റർ ഡിവൈഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻ ടൺസ് പെർ മീറ്റർ. ഓക്കെ, മീറ്റർ സ്ക്വയർ. അതൊന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഷാളോ ഫൗണ്ടേഷൻ ഈക്വൽ ടു 2 ഇൻറ്റു T + J. ഓക്കെ, വിഡ്ത്ത് ഓഫ് ഷാളോ ഫൗണ്ടേഷൻ ഈക്വൽ ടു
2 ഇൻറ്റു ടി പ്ലസ് ജെ. എന്താണ് ടി? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ തിക്നെസ്. ഓക്കെ, വോളിൻ്റെ തിക്നെസ്സിനെയാണ് നമ്മൾ ടി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടി എന്ന് പറഞ്ഞാൽ വോൾ തിക്നെസ് ആണ്, അത് ഓർക്കാം. ഇനി എന്താണ് ജെ എന്ന് പറഞ്ഞാൽ? ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ മോസ്റ്റ് ഫൂട്ടിങ്ങിൽ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഏറ്റവും അടിയിലത്തെ ഫൂട്ടിങ്ങിൽ, ഈ ഫൂട്ടിങ്ങിൻ്റെ ഏറ്റവും അടിയിലുള്ള ഈ പ്രൊജക്ഷൻ. ഓക്കെ, ഈ പ്രൊജക്ഷനെയാണ് നമ്മൾ ഇത് ദറ്റ് ഈസ് പ്രൊജക്ഷൻ ഓഫ് കോൺക്രീറ്റ് ബ്ലോക്ക് ഓൺ ഏതർ സൈഡ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റുള്ള കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ ഓരോ സൈഡിലുള്ള പ്രൊജക്ഷൻ, അതാണ് ഈ ജെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ഇസ് ഈക്വൽ 2 ഇൻറ്റു ടി പ്ലസ് ജെ. ഓക്കെ, 2 ഇൻറ്റു ടി പ്ലസ് ജെ. ഇവിടെ എന്ന് പറഞ്ഞാൽ W/QS. ശരി, ഇനി അടുത്ത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഈ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് മിനിമം. ഓക്കെ, എപ്പോഴും ഓർക്കുക, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാങ്കൈൻസ് ആണ്. ഓക്കെ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാങ്കൈൻസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്, റാങ്കൈൻ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് റാങ്കൈൻസ് ഫോർമുല എന്നൊക്കെ പറയാറുണ്ട്. എനിവേ, റാങ്കൈൻസ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദി മിനിമം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മിനിമം. ഓക്കെ, ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്, കൺഫ്യൂഷൻ വന്നിട്ടുള്ളതാണ്. മാക്സിമം അല്ല, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ്റെ ഫോർമുലയാണ് ഈ റാങ്കൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഫോർമുല ഇപ്രകാരമാണ്, ദാറ്റ് ഈസ് P/W ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ. P/W ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ. എന്ത് ഫോർമുലയാണ്? മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. എന്നാൽ ഷാളോ ഫൗണ്ടേഷനിൽ മിനിമം ഈ കിട്ടുന്ന വാല്യൂ എത്രയാണോ അത്രയെങ്കിലും ഡെപ്തിൽ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കണം. അതാണ് പറഞ്ഞാൽ മിനിമം. ആരാ കൊണ്ടുവന്ന? റാങ്കൈൻസ് ഫോർമുല. അതുകൊണ്ടാണ് ഇതിനെ റാങ്കൈൻസ് ഫോർമുല എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് പി എന്ന് പറഞ്ഞാൽ? പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് ഓഫ് സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ദെൻ W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിപ്പോസ് ഓഫ് ദി സോയിൽ. തീറ്റ എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ ആംഗിൾ ഓഫ് റിപ്പോസ്. എന്താണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ? ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇതാണ് നമ്മളുടെ സർഫേസ് എന്ന് സങ്കല്പിക്കുക. നമ്മളുടെ സർഫേസിൽ നമ്മൾ ലൂസായിട്ടുള്ളൊരു സോയിൽ ഇതിൻ്റെ മുകളിൽ വെച്ചു എന്ന് കരുതുക. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ ലൂസായിട്ടുള്ള സോയിൽ വെച്ചു. ഫോർ എക്സാമ്പിൾ സാൻഡ് വെറുതെ ഇതിൻ്റെ മുകളിലിട്ടു. അതായത് നമ്മളുടെ സർഫേസ് ഇതാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഗ്രൗണ്ട് സർഫേസ്, അല്ലെങ്കിൽ ഒരു മേശയുടെ സർഫേസ് ആണെന്ന് വിചാരിക്കുക. ആ മേശയുടെ മുകളിലായിട്ട് നമ്മൾ ലൂസ് മെറ്റീരിയൽ വെച്ചു, ലെറ്റ് ഇറ്റ് ബി സാൻഡ് വെച്ചു. സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. അതേസമയം നമ്മൾ ഈ മേശയെ അല്ലെങ്കിൽ ഈ സർഫേസിനെ ജസ്റ്റ് ഒന്ന് ചരിച്ചു എന്ന് കരുതുക. ഓക്കെ, അപ്പം ഇനി ഇതാണ് നമ്മളുടെ സർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ചരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ലൂസ് മെറ്റീരിയൽ വീണ്ടും കുഴപ്പമില്ലാതെ ചെറിയ രീതിയിൽ സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ചരിച്ചു കഴിഞ്ഞാലും കുറച്ച് മെറ്റീരിയൽസ് അങ്ങനെ തന്നെ ഇരിക്കും, പ്രശ്നമൊന്നുമില്ല. അതേസമയം കുറച്ചുകൂടെ ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇരുന്ന ലൂസ് മെറ്റീരിയൽസൊക്കെ താഴോട്ട് പോകാൻ തോന്നും. ഓക്കെ, നമ്മളൊരു സർഫേസ് നിരപ്പ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇങ്ങനെ ചരിച്ച് വെച്ചാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വീരാൻ തോന്നും. അപ്പം ഈ ലൂസ് മെറ്റീരിയൽസ് സ്റ്റേബിളായിരിക്കുന്നത് മാക്സിമം ഈ സ്റ്റീപ്പസ്റ്റ് ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. അതായത് ഈ മാക്സിമം ആംഗിൾ, ഇവിടെ ഒരു തീറ്റ ഉണ്ടാവുമല്ലോ, ഈ സ്റ്റേബിളായിട്ട് ഇരിക്കണമെങ്കിൽ സ്റ്റേബിളായിട്ട് മാക്സിമം ഈ ആംഗിൾ വരെ നമുക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത് തീറ്റയാണെന്ന് വിചാരിക്കുക, തീറ്റ +1 ആയി കഴിഞ്ഞാൽ ഇത് താഴോട്ട് വീഴും. അപ്പോൾ മാക്സിമം സ്റ്റീപ്പസ്റ്റ് ആംഗിൾ ഈ ലൂസ് മെറ്റീരിയൽ സ്റ്റേബിളായിട്ട് ഇരിക്കുന്ന മാക്സിമം സ്റ്റീപ്പസ്റ്റ് ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റീപ്പസ്റ്റ് ആംഗിൾ ലൂസ് മെറ്റീരിയൽ ഒരു സർഫേസിൻ്റെ മുകളിൽ സ്റ്റേബിളായിട്ട് ഇരിക്കുന്ന ആ ഒരു സ്റ്റീപ്പസ്റ്റ് ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തന്നെ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് ബ്ലോക്ക്. ഈ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ ഡെപ്ത്. ഓക്കെ, അതാണ് നമ്മളിനി അടുത്ത് നോക്കേണ്ടത്. ദാറ്റ് ഇസ് ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് ബ്ലോക്ക് ഈസ് ഈക്വൽ ടു
റൂട്ട് ഓഫ് 3pj²/m. ഇതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3pj²/m. എന്താണ് പി എന്ന് പറഞ്ഞാൽ ലോഡ് ഓഫ് സോയിൽ kg/m². ഇനി ജെ എന്ന് പറഞ്ഞാൽ എന്താ? ജെ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്, ദാറ്റ് ഈസ് പ്രൊജക്ഷൻ ഓഫ് കോൺക്രീറ്റ് ബ്ലോക്ക്. ഇനി എം എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് ആണ് നമ്മൾ എം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ ജസ്റ്റ് അപ്പം ഇതാണ് നമ്മളുടെ ഷാളോ ഫൗണ്ടേഷനോട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, തിക്നെസ് ഓഫ് കോൺക്രീറ്റ് ബ്ലോക്ക്. ഇനി നമ്മൾ ഈ എക്സ്കവേഷൻ, നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി എടുത്ത് എക്സ്കവേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബോണിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബോണിംഗ് റോഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണത്? നമ്മളുടെ ഫൗണ്ടേഷന് വേണ്ടി എടുത്തേക്കുന്ന എക്സ്കവേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബോണിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്താൽ അതൊരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ്കവേഷൻ എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷന് വേണ്ടി എടുത്തേക്കുന്ന എക്സ്കവേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടാണോ എടുത്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോണിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം നമ്മൾ കാണാനായിട്ടാണെങ്കിൽ ഏകദേശം ഏറെക്കുറെ ഒരു T പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു T പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത് എന്ത് എക്സ്കവേഷനാണ്? ഓപ്പൺ എക്സ്കവേഷനാണ്. ഓക്കെ, ഓപ്പൺ എക്സ്കവേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇത് ചെറിയ ഡെപ്തിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷാളോ ഫൗണ്ടേഷനിലൊക്കെയാണ് ഈ ബോണിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓടയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇപ്പം കുഴിയെടുക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ഈ ബോണിംഗ് റോഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം സ്മോൾ ഡെപ്തിലൊക്കെയാണ് നമ്മൾ ഈ ബോണിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സെൻട്രിക് ലോഡിങ്. എന്താണ് എക്സെൻട്രിക് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സെൻട്രിക് ലോഡിങ് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഏത് വസ്തുവാണോ ആയിക്കോട്ടെ, ആ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ വസ്തുവിൻ്റെ എൻ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിൻറ്റിനെയാണ്, ആ ഒരു പോയിൻറ്റിലായിരിക്കും. ആ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആണല്ലോ. അപ്പോൾ നമ്മളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇങ്ങനെയാണ്, ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കുക നമ്മളുടെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ്റെ വീതി എന്ന് പറയുന്നത്, ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഈ B ആണെന്ന് വിചാരിക്കുക. ഓക്കെ, B ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് വിചാരിക്കുക. ഇനി നമ്മളുടെ ഈ ഫൗണ്ടേഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോർഷനിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏകദേശം ഈ ഒരു പോർഷനിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇനി നമ്മളുടെ ലോഡ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇവിടെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആക്ച്വലി ലോഡഡ് എന്ന് പറയാം. അതേസമയം ഈ ആക്സിസിൽ നിന്ന് മാറി, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയുള്ള ഈ ആക്സിസിൽ നിന്ന് കുറച്ച് മാറിയാണ് ലോഡ് ആക്ട് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലോഡ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ലോഡിൻ്റെ ലൈൻ എങ്ങനെ പോകും? ലൈൻ ഓഫ് ലോഡ് എങ്ങനെ പോകും? ഇങ്ങനെയാണ് പോണത്, ആണല്ലോ. അപ്പോൾ എന്താണ് എക്സെൻട്രിക് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സെൻട്രിക് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഫൗണ്ടേഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും എത്ര മാറിയാണ് ലോഡ് ആക്ട് ചെയ്യണത്, അതിനെയാണ് നമ്മൾ എക്സെൻട്രിക് ലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും എത്ര മാറിയാണ് നമ്മൾ ലോഡ് ആക്ട് ചെയ്യണത്. എത്ര മാറി മീൻസ് മാറി ആക്ട് ചെയ്യുന്ന ലോഡിനെയാണ്, ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും മാറി ആക്ട് ചെയ്യുന്ന ലോഡിനെയാണ് നമ്മൾ എക്സെൻട്രിക് ലോഡിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ പോയിന്റിൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ പോയിന്റ്, അല്ലെങ്കിൽ ഈ ലൈനിലാണ് ലോഡ് ആക്ട് ചെയ്യണത്. ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഓർക്കുക, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി ഓർക്കുക, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഡിങ്ങിനെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് മാറി ആക്ട് ചെയ്യുന്ന ലോഡിങ്ങിനെ നമ്മൾ എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറയും. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയും. സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്രൈറ്റീരിയ വെക്കാറുണ്ട്, ദാറ്റ് ഈസ് എക്സെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദൻ ഓർ ഈക്വൽ ടു B/6. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും
ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6 ആയിരിക്കണം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ എക്സെൻട്രിക് ലോഡ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. കാരണം ലോഡ് എപ്പോഴും നമ്മളുടെ ഫൗണ്ടേഷനിലെ ലോഡ് എപ്പോഴും ആക്സിസിലൂടെ ആയിരിക്കത്തില്ല പോകുന്നത്, കുറച്ച് മാറിയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മാറിയിട്ടൊക്കെ വരാം എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ഒന്നുകിൽ ഈ ഡിസ്റ്റൻസ് കുറച്ച് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരിക്കാം. ദാറ്റ് ഈസ് ഈ എക്സെൻട്രിസിറ്റി ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ b/6 ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലോഡ് എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് ഒരുപാട് മാറാൻ പാടില്ല, b/6 അല്ലത്തിൽ കൂടാൻ പാടില്ല, ഈക്വൽ ടു ഓർ ലെസ് ദാൻ b/6 ആയിരിക്കണം. ഓക്കെ, അതാണ് ഈ എക്സെൻട്രിസിറ്റിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാംസിനും ചോദിക്കാറുള്ളത്. എക്സെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6. ഇനി ഇവിടെ രണ്ട് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഒന്ന് മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് സിഗ്മ മാക്സിമം, പിന്നെ മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് സിഗ്മ മിനിമം. സോ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ W/B. ഓക്കെ, W/B ഇൻറ്റു 1 + 6E/B. ഇനി മിനിമം ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ W/B ഇൻറ്റു 1 - 6E/B ആണ്. E എന്ന് പറഞ്ഞാൽ എന്താണ്? E എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി. ഇവിടെ W എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? W എന്ന് പറഞ്ഞാൽ എന്താണ്? W എന്ന് പറഞ്ഞാൽ ഇത് ഈ ലോഡിങ്, എക്സെൻട്രിക് ലോഡിങ്, ഇതിനെയാണ് നമ്മൾ W കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സെൻട്രിക് ലോഡിങ് അല്ലെങ്കിൽ എക്സെൻട്രിക് ലോഡ്. ഓക്കെ, പിന്നെ B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വെഡ്ത്ത്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷാളോ ഫൗണ്ടേഷൻ്റെ ടൈപ്സ് ആണ്. വിവിധ തരം ഷാളോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഷാളോ ഫൗണ്ടേഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് സ്പ്രെഡ് ഫൂട്ടിങ്. സ്പ്രെഡ് ഫൂട്ടിങ്. എന്താണ് ഈ സ്പ്രെഡ് ഫൂട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പ്രെഡ് ഫൂട്ടിങ് പേരിൽ തന്നെ ഉണ്ട്, സ്പ്രെഡ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഏറ്റവും താഴെ വന്നിട്ട്, നമ്മുടെ സ്ട്രക്ചറിലെ ലോഡ് ഏറ്റവും താഴെ വന്നിട്ട് സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കാണിക്കുന്നത് ഈ ഫിഗർ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലോഡ് വരുന്നു ഗ്രൗണ്ടിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതിനാണ് സ്പ്രെഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ഈ സ്ട്രിപ്പ് ഫൂട്ടിങ് എന്ന് പറഞ്ഞാൽ? സ്ട്രിപ്പ് ഫൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോളിൽ നിന്ന്, ഒരു ചുവരിൽ നിന്ന് വരുന്ന ലോഡാണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. അതായത് ഈ കാണിച്ചേക്കുന്നത് ഒരു പക്ഷേ വോൾ ആണെങ്കിൽ അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളുടെ മതിലൊക്കെ. നമ്മുടെ മതിൽ എന്ന് പറഞ്ഞാൽ ഒരു വോളല്ലേ, അപ്പോൾ വോളിൻ്റെ അടിയിൽ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ ഒരു ഫൂട്ടിങ് ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ് എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ഈ പാഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത്? പാഡ് ഫൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്ന വോളില്ലേ, ഈ വോളിന് പകരം ഇത് കോളമാണെങ്കിൽ, അതായത് ഒരു കോളത്തിൽ നിന്ന് വരുന്ന ലോഡാണ് സ്പ്രെഡ് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ പാഡ് ഫൂട്ടിങ് എന്ന് പറയണത്. ഒരു കോളത്തിൽ നിന്ന് വരുന്ന ലോഡിനെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ പാഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഈ പാഡ് ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ മറ്റൊരു പേരിലും കൂടെ പറയാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പാഡ് ഫൂട്ടിങ് ഈസ് ഓൾസോ കാൾഡ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്. ഓർക്കുക, പാഡ് ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. അതൊരിക്കലും തെറ്റി പോകരുത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്പ്രെഡ് ഫൂട്ടിങ്ങിൻ്റെ തന്നെ കുറച്ച് ടൈപ്സ് നോക്കാം. അല്ല, ഒന്നാമത്തതാണ് നമ്മളുടെ സിംഗിൾ ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് സിംഗിൾ ഫൂട്ടിങ്. എന്താണ് സിംഗിൾ ഫൂട്ടിങ് എന്ന് പറഞ്ഞാൽ? സിംഗിൾ ഫൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് കോളത്തിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം കോളമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് കോളത്തിന് ഒരൊറ്റ സ്പ്രെഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ,
ഇതാണ് നമ്മളുടെ കോളം. കോളത്തിന് ഒറ്റ സ്പ്രെഡ്, കോളത്തിലോട്ട് ലോഡ് വരുന്നു, ലോഡിന് ഒറ്റ സ്പ്രെഡ് മാത്രമേ ഉള്ളൂ. ഒറ്റ സ്പ്രെഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഇതിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മളുടെ കോളമെങ്കിൽ, ഇതാണ് നമ്മൾ കോളമെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിംഗിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. കോളത്തിലൂടെ വരുന്ന ലോഡ് ഒറ്റ സ്പ്രെഡേ ഉള്ളൂവെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് രണ്ടാമത്തത്? എന്താണ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്? സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ കോളത്തിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. കോളത്തിൻ്റെ കേസാണ് പറയുന്നത്. ഇതിപ്പോൾ കോളമായിട്ടാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത്. കോളത്തിൻ്റെ കേസാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ വെക്കാൻ നേരത്തെ അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് സിംഗിൾ ഫൂട്ടിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി അടുത്ത് സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്. ഇതും ഞാൻ കോളം വെച്ചാണ് പറയുന്നത്. ഓക്കെ, വോള് വെച്ചല്ല, കോളം വെച്ചാണ് പറയുന്നത്. സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. പക്ഷെ എങ്ങനെയായിരിക്കും? സ്പ്രെഡ് ഒരിക്കലായിരിക്കത്തില്ല, മൾട്ടിപ്പിൾ ടൈംസ് ആയിരിക്കും. അതായത് ഇതാണ് നമ്മളുടെ കോളമെങ്കിൽ ഒരിക്കൽ സ്പ്രെഡ് ചെയ്തു, വീണ്ടും സ്പ്രെഡ് ഉണ്ടാവും. അപ്പോൾ 2 പ്രാവശ്യമാണ് ഇവിടെ സ്പ്രെഡിങ് ഉണ്ടായത്. 2 അതിൽ കൂടുതലോ അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ സ്പ്രെഡ് 1 പ്രാവശ്യം, ഇവിടെയാണെങ്കിൽ 1-ൽ കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ നമ്മളുടെ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്ലാൻ വരിക? ഇതാണ് നമ്മളുടെ കോളം. പക്ഷേ പ്ലാൻ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇത് ഇപ്പോൾ സിംഗിൾ സ്റ്റെപ്പ്ഡ് ആണെങ്കിൽ, ഇത് ഡബിൾ സ്റ്റെപ്പ്ഡ് ആണെങ്കിൽ ഇങ്ങനെ വരും ആണല്ലോ. ഇനി അടുത്തൊരു ഫൂട്ടിംഗ് ഉണ്ട്, അതായത് മൂന്നാമത്തെയാണ് സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ്. എന്താണ് ഈ സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ ഉണ്ട്, സ്ലോപ്പ്ഡ് ആണ്. ഓക്കെ, സ്ലോപ്പ്ഡ് ആണ്, ചെറിയൊരു ചരിവ് എന്തോ ഉണ്ട്. അതായത് ഇതും ഈ സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ് തന്നെ ചിലപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് ആകാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുകിൽ സിംഗിൾ ഫൂട്ടിംഗ് ആകാം, അല്ലെങ്കിൽ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആകാം. എന്തുകൊണ്ടാണ് ആകട്ടെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അതായത് ഇതാണ് നമ്മളുടെ ഫൂട്ടിംഗ് എങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ കോളമെങ്കിൽ കോളത്തിൻ്റെ ഫൂട്ടിംഗ് ഏകദേശം ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സെക്ഷൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്ഷൻ വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത്. നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ കോളം എന്ന് സങ്കല്പിക്കുക. ഇതാണ് നമ്മളുടെ കോളം. ഇനി എങ്ങനെയായിരിക്കും ഫൂട്ടിംഗ് പോകുന്നത്? ഇങ്ങനെയായിരിക്കും. പക്ഷേ മാത്രമല്ല, ഇവിടെ ഒരു ചരിഞ്ഞ ഒരു ഇതും കൂടെ വരും, 2 ലൈനും കൂടെ വരും. ഇതാണ് സ്ലോപ്പ്ഡ് ഫൂട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ളത്. സ്ലോപ്പുണ്ട്, ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്ലോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഏതാണ്? കോളം എന്ന് സങ്കല്പിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേ കേസ് വോളിലും വരാമല്ലോ, ആണല്ലോ, വോളിലും വരാമല്ലോ. ഒരു പക്ഷേ വോളാണ് വരുന്നതെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. അതായത് വോൾ ഫൂട്ടിംഗ് വിത്തൗട്ട് സ്റ്റെപ്പും വോൾ ഫൂട്ടിംഗ് വിത്ത് സ്റ്റെപ്പും. അതായത് ഫോർ എക്സാമ്പിൾ വോൾ ഫൂട്ടിംഗ് വിത്തൗട്ട് സ്റ്റെപ്പും, പിന്നെ 5ാമത്തെ എന്താണ്? വോൾ ഫൂട്ടിംഗ് ഇവിടെ വിത്തൗട്ട് ആണെങ്കിൽ ഇവിടെ വിത്ത് സ്റ്റെപ്പ്. ശരി, എങ്ങനെയായിരിക്കും നോക്കാം. വോൾ ഫൂട്ടിംഗ് വിത്തൗട്ട് സ്റ്റെപ്പ് ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ വോളെങ്കിൽ വിത്തൗട്ട് സ്റ്റെപ്പ്. ഓക്കെ, വിത്തൗട്ട് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഇത്രയും ഉണ്ടായിരിക്കത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ വിത്ത് സ്റ്റെപ്പാണ്, ഇവിടെ വിത്തൗട്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാൻ എങ്ങനെയായിരിക്കും? സിമ്പിളാണ്. ഇതാണ് നമ്മളുടെ വോൾ എന്ന് സങ്കല്പിക്കുക. ഇതാണ് നമ്മളുടെ വോൾ. ഓക്കെ, പ്ലാനാണ് കേട്ടോ, അതായത് ടോപ്പ് വ്യൂ. ഇനി ഫൂട്ടിംഗ് എങ്ങനെയായിരിക്കും? ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ വോൾ ഫൂട്ടിംഗ് വിത്തൗട്ട് സ്റ്റെപ്പ്. ഇനി വോൾ ഫൂട്ടിംഗ് വിത്ത് സ്റ്റെപ്പ് ആണെങ്കിലോ നമ്മളുടെ ഇതാണ് നമ്മളുടെ വോളെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളുടെ വോളെന്ന് വിചാരിക്കുക. വിത്ത് സ്റ്റെപ്പാണ്, ഓർക്കുക, വിത്ത് സ്റ്റെപ്പാണ്. അപ്പോൾ എങ്ങനെ വരിക? ഇങ്ങനെ പോകും. ഇനി വീണ്ടും സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ വീണ്ടും കൂടും. ഇത് നമ്മളുടെ പ്ലാന്. ഓക്കെ, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് വിത്തൗട്ട് ഫൂട്ടിംഗ്, ഇത് വിത്തൗട്ട് സ്റ്റെപ്പ്, ഇത് വിത്ത് സ്റ്റെപ്പ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല.
ഈ സ്ലോപ്ഡ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സ്റ്റെപ്പ്ഡ് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, സ്റ്റെപ്പ്ഡ് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. കാരണം ഈ സ്റ്റെപ്പ്ഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ സിംഗിൾ ഫൂട്ടിങ്ങിനെക്കാട്ടിലും കൂടുതൽ ലോഡ് എടുക്കുന്നത് ഏതാണ്? സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആണ്. അതായത് ഇവിടെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ലോഡ് കൂടിയ സമയത്താണ് നമ്മൾ പിന്നെ അതിലോട്ട് പോയത്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിലോട്ട് പോയത്. ചെറിയ ലോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ മതിയായിരുന്നു. ലോഡ് കൂടിയപ്പോൾ നമ്മൾ അതിലോട്ട് പോയി. ദാറ്റ് ഈസ് സിംഗിളിനെക്കാട്ടിലും കുറച്ചുകൂടെ ലോഡ് കൂടുതൽ സ്റ്റെപ്പ്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ദാറ്റ് ഈസ് പാഡ് ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് തെറ്റരുത്. അടുത്തത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്താണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രില്ലേജ്, ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ വീട്ടിലെ ഗ്രില്ല് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ എന്തോ സ്റ്റീലുണ്ട് ഉള്ളൊരു എന്തോ ഒരു സാധനം ഉണ്ട് ഇവിടെ. അതായത് ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൻഡ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ്. ഓക്കെ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയാം. നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ എന്താ നമ്മൾ നോക്കിയായിരുന്നു. അപ്പം ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ഈ ഗ്രിൽഡ് ഫൗണ്ടേഷൻ. ഇനി ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഷാളോ ഫൗണ്ടേഷൻ ആണോ ഡീപ്പ് ഫൗണ്ടേഷൻ ആണോ ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? ഷാളോ ഫൗണ്ടേഷൻ ആണ്. കാരണം നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണെന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷാളോ ഫൗണ്ടേഷനാണ്. അപ്പം ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്നൊരു ഷാളോ ഫൗണ്ടേഷനാണ്. പിന്നെ ഇവിടെ എന്താ പ്രത്യേകത? എന്താ ബാക്കിയുള്ള ഫൗണ്ടേഷനായിട്ട് എന്താ പ്രത്യേകത ഇതാണ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്റ്റീൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെറും സ്റ്റീലല്ല, നമ്മൾ യൂസ് ചെയ്യണത് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആണ്. അതായത് അങ്ങനെയെങ്കിൽ നമ്മുടെ സ്റ്റീൽ എഞ്ചിനീയറിംഗ് നമ്മൾ സ്റ്റീൽ എഞ്ചിനീയറിംഗ് പഠിച്ചായിരുന്നു. അപ്പോൾ സ്റ്റീൽ എഞ്ചിനീയറിംഗ് നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു. അതായത് ഏത് സെക്ഷൻസിനെയാണ് നമ്മൾ റോൾഡ് സ്റ്റീൽ ജോയിറ്റ്സ് എന്ന് പറയുന്നത്? ഏത് സെക്ഷനാണോ? ഐ ആയിരുന്നോ, ചാനലാണോ, അതോ ആംഗിൾ സെക്ഷനാണോ, ഏത് സെക്ഷനായിരുന്നു? ഐ സെക്ഷൻസ്. ദാറ്റ് ഈസ് ഐ സെക്ഷൻസിനെയാണ് നമ്മൾ റോൾഡ് സ്റ്റീൽ ജോയിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഐ സെക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ചെയ്യാറ്. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫൗണ്ടേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഐ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യണത്. ഐ സെക്ഷൻസ് യൂസ് ചെയ്യണത് വെറുതെ അല്ല, ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന ഫൗണ്ടേഷൻ പോലെ തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ വിചാരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഐ സെക്ഷൻസ് വെക്കും. ഐ സെക്ഷൻസ് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും വെക്കുന്നത്. വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും? കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അതാണ് ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഐ സെക്ഷൻസ് എന്താ വെച്ചു, ലെയർ ബൈ ലെയർ ആയിട്ടാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ സാധാരണ കോളം എങ്ങനെയാണോ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു കമ്പിയിടും, അതിന് പകരം ഐ സെക്ഷൻസ് ആണ് വെക്കുന്നത്. ഇനി ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ സെക്ഷൻസ് വെക്കുന്നത് ഞാൻ പറഞ്ഞു ലെയർ ബൈ ലെയർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ലെയർ ആയിട്ടാണ് വെക്കുന്നത്. ഈ ലെയർ ആക്കുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഒരു ഐ സെക്ഷൻസ് ഒരു ലെയർ ഐ സെക്ഷൻസ് ഇത് ഇങ്ങനെയാണ് വെച്ചതെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെയാണ് വെച്ചതെന്ന് വിചാരിക്കുക. അടുത്ത സെക്ഷൻസ് ഐ സെക്ഷൻസ് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും അടുത്ത ലെയർ വയ്ക്കുന്നത്. അടുത്ത ലെയർ ഐ സെക്ഷൻസ് വെക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി അതിൻ്റെ അടുത്ത ലെയർ വെക്കുന്നത് വീണ്ടും ഇങ്ങനെയായിരിക്കും. ഓക്കെ, വീണ്ടും ഇങ്ങനെയായിരിക്കും. അങ്ങനെ ഓരോ ലെയറും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നത്. എന്താണ് വെക്കുന്നത്? ഐ സെക്ഷൻസ് ആണ് വെക്കുന്നത്. അല്ലതോ റോൾഡ് സ്റ്റീൽ ജോയിഡ്സ് ഒക്കെയാണ് വെക്കുന്നത്. അത് ഓർക്കാം. ഇനി എവിടെയാണ് ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യണത്? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യണത് ഹെവി ലോഡഡ് അല്ലെങ്കിൽ ഹെവി ലോഡഡ് സ്റ്റീൽ കോളംസ് ഒക്കെ വരുമ്പോഴാണ്. ഓക്കെ, ഹെവി ലോഡ് ഒരുപാട് ലോഡുള്ള സ്റ്റീൽ കോളംസ് ഒക്കെ വരുമ്പോഴാണ്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റീൽ കോളംസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാറ്. അതായത് റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ സ്റ്റീൽ കോളം നമ്മൾ കാണാറുണ്ട്.
അവിടേക്കായിരിക്കും സാധാരണയായിട്ട് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വലിയ വലിയ ഷെഡുകളൊക്കെ, ഓക്കെ, വലിയ വലിയ ഫാക്ടറികളൊക്കെ സ്റ്റീൽ കോളംസ് വരുന്നത് അവിടെ ആയിരിക്കും കൂടുതലും. അപ്പോൾ അവിടേക്കാണ്, അതായത് ഹെവി ലോഡഡ് സ്റ്റീൽ കോളംസിനെയൊക്കെ ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് യൂസ് ചെയ്യണത്? ഐ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യണത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഐ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കവർ, ക്ലിയർ കവർ എത്രയാണ്? കവർ എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് ഓർക്കുക, 10 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ക്ലിയർ കവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിമം കവർ എന്ന് പറയുന്നത്. മിനിമം കവർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം ഈ കവർ ഡിസ്റ്റൻസ് അറിയാലോ, നമ്മൾ കോൺക്രീറ്റിലെ കവർ ഡിസ്റ്റൻസ്, അതായത് സ്റ്റീലും ഈ കോൺക്രീറ്റിൻ്റെ ഔട്ടർ സർഫേസ് ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്, അത് മിനിമം കവർ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഐ സെക്ഷൻസ്, ഓക്കെ, ഐ സെക്ഷൻസ് തമ്മിൽ ഈ ഫ്ലാഞ്ചസ് തമ്മിലുള്ള അകലം, ഈ അകലം എന്ന് പറയുന്നത് മാക്സിമം, ഓക്കെ, മാക്സിമം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ മാക്സിമം, അല്ലെങ്കിൽ മാക്സിമം എന്ന് പറയാം, മാക്സിമം 30 സെൻറ്റിമീറ്റർ. ഓക്കെ, മാക്സിമം 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ വരെ ആകാൻ പാടുള്ളൂ. 30ക്കാളും കൂടുതൽ പോകാൻ പാടില്ല. ദാറ്റ് ഈസ് ഈ ഐ സെക്ഷനും ഈ ഐ സെക്ഷനും തമ്മിലുള്ള ഈ ഫ്ലാഞ്ചസ് തമ്മിലുള്ള അകലം 30 സെൻറ്റിമീറ്റർ വരെ ആകാൻ പാടുള്ളൂ. അതും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷനെ പറ്റി പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണത്? ഇത് യൂസ് ചെയ്യുന്നത് ഹെവി ലോഡഡ് സ്റ്റീൽ കോളംസിന് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഇത് ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഷാളോ ഫൗണ്ടേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പൺ എക്സ്കവേഷനിലൂടെയാണ്, അതായത് മണ്ണ് ഖനനം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, എത്ര ഡെപ്ത് വരെയാണ് നമ്മൾ ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്, എത്ര ഡെപ്ത് വരെയുള്ള സോയിലൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര ഡെപ്തിനെയാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അത് 1 to 1.5 മീറ്റർ വരെ. ഓക്കെ, അപ്പോൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ കൊടുക്കുന്നത് 1 to 1.5 മീറ്റർ വരെയാണ്. ഓക്കെ, അത് ഒന്ന് ഓർക്കുക, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 to 1.5 മീറ്റർ വരെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അത് ഓർക്കുക. ഇനി അടുത്തത് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോളം കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 കോളം കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ എന്താ പറയുക, ഇതൊരു കോളമുണ്ട്, ഇത് മറ്റൊരു കോളമുണ്ട്. ഓക്കെ, ഈ കോളത്തിൻ്റെ ഫൂട്ടിംഗ് ഇങ്ങനെയാണ്, മറ്റു കോളത്തിൻ്റെ ഫൂട്ടിംഗ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് കുറച്ച് ഓവർലാപ്പ് വരെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? 2 കോളത്തിനും കൂടെ ഒരുമിച്ചൊരു ഫൗണ്ടേഷൻ കൊടുക്കും, ഒരു ഫൂട്ടിംഗ് കൊടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2 കോളം ആണെങ്കിൽ, ഓക്കെ, 2 കോളം ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതേസമയം 2 കോളത്തിനേക്കാളും കൂടുതൽ കോളത്തിനെ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. 2 കോളംസ്, ഓക്കെ, 2 കോളത്തിനേക്കാളും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ്. കമ്പൈൻഡ് ആണെങ്കിൽ 2 കോളം വരെ കൊടുക്കുന്നുള്ളൂ. ഇനി ഈ കമ്പൈൻഡ് ഫൂട്ടിംഗ് നമ്മൾ ഏതൊക്കെ ഷേപ്പിലാണ് കൊടുക്കുന്നത് അത് ഓർക്കുക. കമ്പൈൻഡ് ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കുന്നത് 2 ഷേപ്പിലാണ്. ഒന്ന് റെക്റ്റാങ്കിൾ, സാധാരണയായിട്ട് പറയുന്നത് കേട്ടോ, ഒന്ന് റെക്റ്റാങ്കിൾ, മറ്റൊന്ന് ട്രപ്പീസിയം. ശരി, അപ്പം ഈ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്? കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഇവ 2 ഒരുപാട് അടുത്ത് വരുമ്പോൾ, ദാറ്റ് ഈസ് കോളം തമ്മിൽ അകൽച്ച വളരെ കുറയുമ്പോൾ, 2 അടുത്തടുത്ത് വരുമ്പോൾ, 2 അടുത്തടുത്ത് കോളം വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പൈൻഡ് ഒരുമിച്ച് കൊടുക്കും. സിമ്പിൾ ലോജിക്കാണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ എന്താ പറയുക, പ്രോപ്പർട്ടി ലൈൻ എന്ന് വിചാരിക്കുക, നമ്മളുടെ അതിരെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മളുടെ കോളം വന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ ഒരു കോളം വന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ കോളത്തിൻ്റെ ഫൂട്ടിംഗ് കൊടുക്കണമെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പുറത്ത് ഈ അതിര് അല്ലെങ്കിൽ ബൗണ്ടറി അല്ലെങ്കിൽ മതിലിൻ്റെ അപ്പുറത്തോട്ട് കൊടുക്കേണ്ടി വരും ഇതിൻ്റെ കറക്റ്റ് ഫൂട്ടിംഗ് കൊടുക്കണമെങ്കിൽ, ഫൗണ്ടേഷൻ കൊടുക്കണമെങ്കിൽ. പക്ഷേ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, തൊട്ടപ്പുറത്ത് ഒരു കോളം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ലാസ്റ്റ് ഉള്ള കോളം
ഓക്കെ, ലാസ്റ്റുള്ള കോളം വെരി നിയർ ടു ദി ബൗണ്ടറി ലൈൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പൈൻഡ് ഫൂട്ടിങ്ങിലോട്ട് പോകാറുണ്ട്. ശരി, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ട്രപ്പീസിയം, ഓക്കെ, ട്രപ്പീസിയം ഫൂട്ടിങ് കൊടുക്കുന്നത്. ട്രപ്പീസിയം ഫൂട്ടിങ് ട്രപ്പീസിയം അല്ല കേട്ടോ, ട്രപ്പീസോയിഡലാണ്. ഓക്കെ, ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് കൊടുക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ്? എപ്പോഴാണോ ഈ ബൗണ്ടറിയായിട്ട് ബൗണ്ടറിയുടെ തൊട്ടടുത്തുള്ള കോളം ഈസ് ഹാവിങ് മോർ ലോഡ് ദാൻ ദി അതർ കോളം. അതായത് ഇവിടെ ഒരു കോളം ഉണ്ടെന്ന് വിചാരിക്കുക, ഈ കോളത്തിനെക്കാട്ടിലും കൂടുതൽ ലോഡ് ഈ കോളത്തിലോട്ടാണ് വരുന്നതെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് യൂസ് ചെയ്യണത്. ഓക്കെ, അതായത് തൊട്ടടുത്തുള്ള കോളത്തിനാലും അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അതായത് നമ്മുടെ ബൗണ്ടറിയിലുള്ള ഏതെങ്കിലും കോളത്തിനാണ് കൂടുതൽ ലോഡ് വരുന്നത് തൊട്ടടുത്തുള്ള ലോഡിനെക്കാട്ടിലും, അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ട്രപ്പീസോയിഡൽ കോളം യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് ഓർക്കാം. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ രണ്ട് ഫൂട്ടിങ്ങിനെ തമ്മിൽ ജോയിൻ ചെയ്യണത് ഒരു കാൻഡിലിവർ ബീം ആണെന്ന് പറയുകയാണെങ്കിൽ ഓർക്കുക, കാൻഡിലിവർ ബീം എന്ന വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്റൻസിൽ രണ്ട് ഫൂട്ടിങ്ങിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് ഫൂട്ടിങ്ങിനെ തമ്മിൽ ഇവിടെ ഒരു ഫൂട്ടിങ് രണ്ട് ഫൂട്ടിങ്ങിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു കാൻഡിലിവർ ബീം ആണ് യൂസ് ചെയ്യുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. സ്ട്രാപ്പ് ഫൂട്ടിങ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രാപ്പ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഓർക്കുക, when a cantilever beam is used to join two footings, then that footing is called strap footing. അപ്പം ഇത് കാൻറ്റിലിവർ ബീം ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി ഈ കാൻറ്റിലിവർ ബീമിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, കാൻറ്റിലിവർ ബീമിനെ നമുക്ക് സ്ട്രാപ്പ് ബീം എന്നും പറയാറുണ്ട്. ഓക്കെ, കാരണം പേരെന്താണ്, സ്ട്രാപ്പ് ഫൂട്ടിങ്ങിന്. അപ്പോൾ സ്ട്രാപ്പ് ഫൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബീം ഏതാണ്, സ്ട്രാപ്പ് ബീം എന്ന് പറയാം, അല്ലെങ്കിൽ കാൻറ്റിലിവർ ബീം എന്ന് പറയും. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, കാൻറ്റിലിവർ ബീം വെച്ച് നമ്മൾ ഫൂട്ടിങ്സ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പേരാണ് പറയുന്നത്, അത് സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എവിടെയെങ്കിലും കാൻറ്റിലിവർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, കാൻറ്റിലിവർ എന്ന വാക്കുണ്ടെങ്കിൽ, കാൻറ്റിലിവർ ബീം എന്ന വാക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എഴുതാം. അല്ലെങ്കിൽ സ്ട്രാപ്പ് ബീം വെച്ചിട്ടാണ് ഫൂട്ടിങ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്. എന്താണ് ഈ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എൻ്റയർ ഏരിയ ഒരു RCC സ്ലാബിലാണ്, ഒരു സ്ട്രക്ചറിൻ്റെ അടിയിലുള്ള എൻ്റയർ ഏരിയ ഒരു RCC സ്ലാബായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അത്തരം ഫൗണ്ടേഷനെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, മാറ്റ് പോലെ നമ്മൾ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്, ഒരു പരന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മാറ്റ് ഇട്ട് പരന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്തരം ഫൗണ്ടേഷനെയാണ് എൻ്റയർ ഏരിയ ഒരു RCC സ്ലാബ് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തിക്ക് RCC സ്ലാബ് വെച്ചിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ, അങ്ങനെ ജസ്റ്റ് ചോദിക്കാം, ഒരു തിക്ക് RCC സ്ലാബ് വെച്ചുള്ള ഫൗണ്ടേഷൻ വിച്ച് കവേഴ്സ് ഓൾ ഏരിയ, എല്ലാ ഏരിയ കവർ ചെയ്യുന്ന ഒരു തിക്ക് RCC സ്ലാബ് വെച്ചുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, എവിടെയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണത്. ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യണത് ഈ എന്താ പറയുക, ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡിനെ ലാർജ് ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഇരിക്കുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടി ലൈൻ ഇതാണെന്ന് വിചാരിക്കുക. നമ്മൾ ടോട്ടൽ പ്രോപ്പർട്ടിയെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഫൗണ്ടേഷൻ ഇരിക്കുന്നത്, നമ്മളുടെ സ്ലാബ് ഇരിക്കുന്നത്, നമ്മളുടെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഇരിക്കുന്നത്. ഇനി നമ്മളുടെ കോളം ഇങ്ങനെയായിട്ടെന്ന് വിചാരിക്കുക.
ഓക്കെ, ഇതാണ് നമ്മുടെ കോളം എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, തറ മുഴുവനും കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ടുണ്ട്. അതിലായിരിക്കും നമ്മളുടെ കോളമൊക്കെ ഇരിക്കുന്നത്. ഇനി എന്താ പറയുക, ഇത് എവിടെയാണ് യൂസ് ചെയ്യണത്? ഇത് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെവി ലോഡഡ് അല്ലെങ്കിൽ ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡിനെ ലാർജ് ഏരിയയിലോട്ട്, ഒരുപാട് ഏരിയയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡുണ്ട്, പക്ഷേ അത് ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡാണ്, അതായത് വലിയ ലോഡാണ്, അതിന് ഒരുപാട് ഏരിയയിലേക്ക്, ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാഫ്റ്റ് ഫോർ എക്സാമ്പിൾ റാഫ്റ്റ് ഫൗണ്ടേഷനാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതൊരു കോളമുണ്ട്, കോളത്തിൽ ഒരു സ്പ്രെഡോ 2 സ്പ്രെഡോ 3 എത്രയായിട്ട് വരത്തുള്ളൂ. പക്ഷേ ഇത്രയും ഏരിയ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും ഏരിയ മാത്രമേ നമുക്ക് ആ ലോഡ് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത്രയും വലിയൊരു ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒരു എന്താ പറയുക, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡിനെ, ഓക്കെ, ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ടു ലാർജ് ഏരിയ. അത്തരം സിറ്റുവേഷൻ നമ്മൾ കൊടുക്കുന്നതാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൊടുക്കുന്നതിലൂടെ എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഇത് കൊടുക്കാനുള്ള മറ്റുള്ള സിറ്റുവേഷൻസ് എന്താണ്? മറ്റുള്ള സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണോ എന്താ പറയുക, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സോയിൽ ഉണ്ടാകുന്നത്, അവിടെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കാറുണ്ട്. അൺഈക്വൽ സെറ്റിൽമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മളുടെ, ഓക്കെ, ഞാൻ ഇതിനൊന്നുകൂടെ വലുതാക്കി വരയ്ക്കാം. ഇതാണ് നമ്മളുടെ എന്താ പറയുക, ഫൂട്ടിംഗ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫൂട്ടിംഗ്. ഇനി ഈ ഫൂട്ടിങ്ങിൻ്റെ താഴെയായിട്ട് എന്തുണ്ട്? മണ്ണുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ മണ്ണാണ്, പക്ഷേ മണ്ണുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മളിവിടെ കുറേ കാലം കഴിഞ്ഞിട്ട് ചെറിയൊരു സെറ്റിൽമെൻ്റ് ഉണ്ടോ? അതായത് ഈ കാണുന്ന നമ്മളുടെ ബേസ് എന്നുള്ളത് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി വരുമെന്ന് സങ്കല്പിക്കുക. പക്ഷേ ഇത് ഈ താഴോട്ട് കുറച്ച്, ഞാൻ ഇപ്പോൾ ഒരേ ഡിസ്റ്റൻസിലാണ് താഴെ വരുന്നതെങ്കിൽ അവിടെ കുഴപ്പമില്ല, ഈക്വൽ സെറ്റിൽമെൻ്റ് ആണ്. പക്ഷേ അൺഈക്വൽ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ മണ്ണ് കുറച്ചുകൂടെ താന്നു പോയി. ഓക്കെ, ഈ ഭാഗത്തെ മണ്ണ് കുറച്ചുകൂടെ താന്നു പോയി, ഇവിടെ കുറച്ച് പൊങ്ങിയിരിക്കുകയാണ്. അതായത് ഈ ലെയർ, ഓക്കെ, ഈ നമ്മുടെ ബേസ് എന്നുള്ളത് ഏകദേശം ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ, ചെറുതായിട്ട് താന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി അത് ബാധിക്കും. ദാറ്റ് ഈസ് സെറ്റിൽമെൻറ്റ് സംഭവിച്ചു. പക്ഷേ എങ്ങനെയായിരുന്നു? ഈക്വലായിട്ടായിരുന്നു. ഫസ്റ്റ് കേസിൽ ഈക്വലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം രണ്ടാമത് പറഞ്ഞ കേസ് എന്തായിരുന്നു? അൺഈക്വലായിരുന്നു. അതാണ് അൺഈക്വൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷൻ. ഇനി മറ്റുള്ള പ്രയോജനം എന്താണ്? മറ്റുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വാട്ടർ, ഓക്കെ, ഈ നമ്മളുടെ ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ താഴെ വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിനൊരു അപ്ലിഫ്റ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, അപ്ലിഫ്റ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതായത് വേറെ ഒന്നുമില്ല, ഈ നമ്മുടെ ഫൂട്ടിങ്ങിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സോയിലും പിന്നെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്ടർ കണ്ടൻറ്റ് എന്ത് ചെയ്യും? മുകളിലോട്ട് എക്സേർട്ട് ചെയ്യും. ഒരു മുകളിലോട്ട് ഇതിനെ കൊണ്ടുവരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും. ഓക്കെ, അപ്പം ഈ അപ്ലിഫ്റ്റ് ഫോഴ്സ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ത്രൂ ഔട്ട് നമുക്കൊരു RCC സ്ലാബ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ത്രൂ ഔട്ട് ഒരു RCC സ്ലാബ് കൊടുക്കുക അല്ലേ, അതായത് മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ അപ്ലിഫ്റ്റ് ഫോഴ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതും ഒന്ന് ഓർക്കുക. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഥവാ മാറ്റ് ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയാറുണ്ട്, അതായത് നമ്മളിപ്പോൾ ക്ലേ ആണെങ്കിൽ, ഓക്കെ, ക്ലേയിൽ കൊടുക്കുന്ന, ജസ്റ്റ് അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, ക്ലേയിൽ കൊടുക്കുന്ന റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണെങ്കിൽ അവിടെ സെറ്റിൽമെൻറ്റ്, നമ്മൾ എങ്ങനെയൊക്കെ ആയാലും നമ്മളിപ്പോൾ ഈ ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാലും സെറ്റിൽമെൻറ്റ് ഉണ്ടാവും, സ്വാഭാവികമായിട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ക്ലേ ഫൗണ്ടേഷനാണ് അപ്പോൾ ക്ലേയിലാണ് നമ്മൾ ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് 65 to 100, ഓക്കെ, 65 to 100 mm വരെ ആകാൻ പാടുള്ളൂ. ക്ലേ സോയിൽ ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് എന്നുള്ളത് 65 to 100 വരെ ഉണ്ടാകാൻ പാടുള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇൻവെർട്ടഡ് ആർച്ച്
ഓക്കെ, ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ കൂടെ ഉണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എനിവേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ആർച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ആർച്ച് വെച്ചേക്കുന്നത് ആണല്ലോ. അപ്പം ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ തിരിച്ച് വയ്ക്കുക, അതായത് ഇങ്ങനെ വരിക. ഓക്കെ, ഇത് ഇങ്ങനത്തെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ എവിടെയും കാണുന്നത് നമ്മളുടെ ബ്രിഡ്ജസിൽ അല്ലെങ്കിൽ കൾവേർട്സിലൊക്കെ അല്ലെങ്കിൽ കനാൽസിലൊക്കെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ കാണുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇനി ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കുക. ബ്രിഡ്ജസിലൊക്കെയാണ് സാധാരണ കാണാൻ സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെറുതെ നമുക്ക് പറയാം, അതായത് ഇതിൻ്റെ റൈസ് എന്ന് പറയുന്നത് ഈ റൈസ് എന്ന് പറയുന്നത് ഓക്കെ, റൈസ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഈ ഹൈറ്റിന് നമ്മൾ റൈസ് എന്ന് പറയുന്നത് ഈ റൈസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പാനിൻ്റെ 1/5 to 1/10 വരെ ആയിരിക്കും. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല.